ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ അനുനിമിഷം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പരമമായ സുഖത്തെയാണ്. സന്തോഷവും സുഖവും ആർക്കാണ് വേണ്ടാത്തത്? ദുഃഖവും നിരാശയും ആർക്കും വേണ്ടതാണ്. എന്തന്വേഷിച്ചാലും എവിടെ പോയാലും തനിക്ക് സുഖമുണ്ടോ അവിടേക്ക് വീണ്ടും വീണ്ടും പോവുക സ്വാഭാവികമാണ്. നമ്മെ സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള സ്ഥലത്തേക്ക് നാം എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മെ വിമർശിക്കുകയും സ്നേഹമില്ലാത്ത ഇടത്തേക്ക് പോകാൻ നാം ഒട്ടും ഇഷ്ടപ്പെടുകയുമില്ല. അതാണ് ഓരോ മനുഷ്യനും സുഖത്തെയാണ് ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സുഖം എവിടെയാണ് ഇരിക്കുന്നത്? വസ്തുക്കളിലാണ്, വ്യക്തികളിലാണ്, സ്ഥലത്താണ്. സുന്ദരമായതെന്തോ അതിലെല്ലാം സുഖം ഇരിക്കുന്നു എന്ന് കരുതിയാണ് ലോകം മുഴുവൻ നമ്മൾ പരതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്പം പോലും സുഖം അവയിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല എന്ന പരമാർത്ഥം വളരെ വൈകിയേ നമുക്ക് മനസ്സിലാവും. നാം ചിലതൊക്കെ നേടി അപ്പോൾ തോന്നും, ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം കേമനാണ് എന്ന് തോന്നും. പക്ഷേ വാസ്തവത്തിൽ നമുക്ക് ഒരു കേമത്തരവുമില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. അതെവിടെയാണ് സുഖത്തിൻ്റെ ഇരിപ്പിടം എന്നത് നമുക്കൊന്നാലോചിക്കാം. അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണുള്ളിലതോർത്തിടാതെ വെറും മൃഗങ്ങൾ കണയുന്ന ബാഹ്യ സുഖത്തിൽ മോഹിക്കുകയാം മനുഷ്യൻ. ഓരോ മനുഷ്യനും ഇവിടെ ചെയ്യുന്ന ബുദ്ധിയില്ലായ്മയെ വിവരിക്കുകയാണിവിടെ. അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണുള്ളിലതോർത്തിടാതെ നാം ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടതായ അഖണ്ഡവും ഒരിക്കലും ഖണ്ഡിക്കാൻ പറ്റാത്തതും സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണുള്ളിലതോർത്തിടാതെ. അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് എന്നറിയാതെ വെറും മൃഗങ്ങൾ കണയുന്ന ബാഹ്യ സുഖത്തിൽ മോഹിക്കുകയാ മനുഷ്യൻ. വെറും മൃഗങ്ങൾ സുഖത്തിന് വേണ്ടി അന്യവസ്തുക്കളെ അലയുന്നത് പോലെ. അതിനേറ്റവും ഉദാഹരണമായ കസ്തൂരിമാൻ എന്ന ഒരു മാനിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കസ്തൂരിമാനിൻ്റെ നാഭിയിൽ നിന്നാണ് കസ്തൂരി ഗന്ധം പുറത്തേക്ക് വമിക്കുന്നത്. എന്നാൽ മാനിനെ അതറിയുകയില്ല. കസ്തൂരി ഗന്ധം അത് ആസ്വദിക്കുന്നു. പക്ഷേ അത് പുല്ലിലാണ്, കല്ലിലാണ്, ചെടിയിലാണ്, മരത്തിലാണ് എന്നെല്ലാം കരുതി ഓരോന്നിലും അത് വാസനിച്ചു നോക്കുന്നു. പക്ഷേ ഒരു ഇലയിൽ വാസനിച്ച് നോക്കുമ്പോൾ അതിലല്ല, പുല്ലിൽ വാസനിച്ച് നോക്കുമ്പോൾ അതിലല്ല, കല്ലിൽ നോക്കുമ്പോൾ അതിലുമല്ല. അങ്ങനെ ഓരോന്നിലും അനുഭവിച്ച് അത് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് തന്നിൽ നിന്നും വരുന്നതാണെങ്കിൽ തനിക്കതവിടെ വെറുതെ ഇരുന്ന് ആസ്വദിച്ചാൽ മാത്രം മതി. ആ കസ്തൂരി ഗന്ധം വരുന്നത് തന്നിൽ നിന്നാണ്. അതറിയാതെയാണ് അത് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ വെറും മൃഗങ്ങൾ കണക്കെ മൃഗത്തെ പോലെ ആ കസ്തൂരിമാൻ കസ്തൂരി ഗന്ധത്തിന് വേണ്ടി ഓരോന്നിലും അലയുന്നത് പോലെ നാം ഓരോരുത്തരും ഭൂമിയുണ്ടായാൽ, പണമുണ്ടായാൽ, ഉയർന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടായാൽ, അതുപോലെ വലിയ നേതാവായി മറ്റുള്ളവരെയൊക്കെ നയിച്ചാൽ തനിക്ക് പരമമായ സുഖം കിട്ടും എന്ന് കരുതി അതിൽ ശീലിച്ചു കഴിയുമ്പോൾ ആ സ്ഥാനമാനങ്ങളും വസ്തുക്കളും ഒന്നും വിടാനും തോന്നില്ല. എന്നാൽ ഒരാൾ ചെന്ന് ഒരു മുരുക്കം മരത്തിൽ ചെന്നിട്ട് അതിനെ
കെട്ടിപ്പിടിച്ചു. മുരുക്കിൻ്റെ മുള്ള് ഇയാളുടെ മാറത്ത് കുത്താൻ തുടങ്ങിയപ്പോൾ മുരുക്കൻ മരമേ, നീ എന്നെ കുത്തി നോവിക്കല്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മുരുക്കിനെ അയാൾ വാരിപ്പുണർന്ന് മുറുകുന്നു. അതിനെ സ്നേഹിച്ച് മുറുകും തോറും തൻ്റെ മാറിൽ അതിൻ്റെ മുള്ളുകൾ കുത്തിക്കയറുന്നു. നോക്കണേ ആ മനുഷ്യൻ്റെ വിഡ്ഢിത്തരം. ആ മുരുക്കൻ മരത്തിനെ എത്ര കണ്ട് മുറുക്കി പിടിക്കുന്നുവോ അത്ര കണ്ട് മുള്ളിൻ്റെ വേദന ആണ് അയാൾ സഹിക്കേണ്ടി വരുന്നത്. അതിൻ്റെ പിടി അയച്ചാൽ മതി. ആ മുള്ളിൽ നിന്നും വേർപെട്ടാൽ തനിക്ക് ദുഃഖം ഉണ്ടാവുകയില്ല. അപ്രകാരമാണ് മനുഷ്യനും ചെയ്യുന്നത്. ആ മൃഗം കണക്കെ ഒരു മൃഗത്തിനെ പോലെ എവിടെ നിന്നാണ് ഈ സുഖം എന്നറിയാതെ ആ കസ്തൂരിമാൻ പലയിടത്തും അന്വേഷിക്കുന്നത് പോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, അവിവേകികളായ മനുഷ്യൻ സുഖത്തിനായി പലതിൻ്റെയും പിന്നാലെ ഓടി അലഞ്ഞ് ആയുഷ്കാലം കളയുന്നു. മരണത്തോടടുക്കുമ്പോൾ തനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയോടുകൂടി ഈ ലോകം ഉപേക്ഷിച്ചു പോകുന്നു. അതാണ് അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണുള്ളിലതോർത്തിടാതെ വെറും മൃഗങ്ങൾ കണയുന്ന ബാഹ്യ സുഖത്തിൽ മോഹിക്കുകയാ മനുഷ്യർ.